പി സി ജോർജ് ഇപ്പോൾ റിമാൻഡിലാണ്. അതായത് ഉദ്ദേശജനകമായ ഇറ്റ്സ് ഓൾ നോൺസെൻസ്. ഞാനിത് എത്ര തവണ പറയണം. വിദ്വേഷ പ്രസംഗം വായിച്ചിട്ട് വിദ്വേഷ പ്രസംഗത്തിന് ഇംഗ്ലീഷിൽ ഹെയ്റ്റ് ക്രൈം എന്നാണല്ലോ പറയുന്നത്. ഞാൻ ഭാരതീയ ന്യായ സംഹിത എടുത്തു തരാം. ഹെയ്റ്റ് ക്രൈം എന്നൊരു വാക്ക് അതിൽ കാണിച്ചു തരിക. ദർ ഈസ് നത്തിങ് കോൾഡ് ഹെയ്റ്റ് ക്രൈം. വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് കുറ്റകരമായ ഒരു സാധനം ഇല്ല. പി സി ജോർജ് നടത്തിയത് വിദ്വേഷ പ്രസംഗവുമല്ല. എനിക്കറിയില്ല, ഇത് ഇല്ലാത്ത വാക്കുകളൊക്കെ സായിപ്പിൻ്റെ എടുത്തിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റേസിസം ഇതുപോലെയൊക്കെയുള്ള. ഇന്ത്യയിൽ റേസിസം കുറ്റകരമൊന്നുമല്ല. ആര് പറഞ്ഞു? വംശീയ വെറി കുറ്റമല്ല ഇന്ത്യയിൽ. അങ്ങനൊരു സാധനം ഉണ്ടോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കുറ്റകരമല്ല. ഇതെല്ലാം ഈ വിദേശ ഇറക്കുമതിയാണ്. ദർ ഈസ് നത്തിങ് കോൾഡ് ഹെയ്റ്റ് ക്രൈം. പി സി ജോർജ് പറഞ്ഞത് എന്താ, മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം, അതിൽ ഹെയ്റ്റ് എന്താ? അത് അങ്ങേരുടെ അഭിപ്രായമാണ്. നിങ്ങൾ പോവുകയോ പോകാതിരിക്കുകയോ, അങ്ങനെ ഇതിൻ്റെ അതോറിറ്റിയൊന്നുമല്ല. ഇതിലൊന്നും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും കാണേണ്ട കാര്യം. പി സി ജോർജിന് ദേഷ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് കേൾക്കുന്ന നമുക്കെന്താ ദേഷ്യം വരുന്നത്? നമുക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതി ഒരുപാട് വിധികളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും സ്പർ ഓഫ് ദ മൊമെൻ്റ് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1995 മറ്റോ കേസാണ്. ബൽവന്ത് സിംഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അമൃത്സറിൽ പബ്ലിക് റോഡിൽ ഊരിയിട്ടൊരു പ്രഖ്യാപനം, സിഖുകാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിട്ട് പൊക്കോളണം, അല്ലെങ്കിൽ ഞാൻ കീറിക്കളഞ്ഞ സകലതിനെ. ആളൊക്കെ കൂടി വലിയ തടിയൻ പൊക്കമൊക്കെ പോലീസ് വന്നു കയറാൻ വേണ്ടിയിരുന്നു കൊണ്ടുപോയി. വിദ്വേഷ പ്രസംഗമാണ്. സിഖുകാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിടുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നാണ്. ഊരി പിടിച്ചിട്ടുണ്ട്. ഇതിലും വലിയ വിദ്വേഷം എന്താ വേണ്ടേ? ബൽവന്ത് സിംഗ് പക്ഷേ ഫൈറ്ററായിരുന്നു. ബൽവന്ത് സിംഗ് ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ പറഞ്ഞു, ഇതെന്താ ഇതിൽ ഇത്ര സംഗതി? ഒരു മനുഷ്യൻ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ മേലാതായി കഴിഞ്ഞപ്പോൾ സകലവനെയും കൂത്തി കീറിക്കളയും ഞാൻ, എന്താണ് നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നതിനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊങ്ങച്ച. അല്ലാതെ ബൽവന്ത് സിംഗ് ഒന്നും തണുത്ത് കഴിയുമ്പോൾ ബൽവന്ത് സിംഗിനോട് ചോദിക്കുക ആരെ കൊല്ലാൻ പോവുക? ഞാനെപ്പോൾ വെറുതെ പറഞ്ഞല്ലോ, ഇതേ ഉള്ളൂ. ഇതൊന്നും ഹെയ്റ്റ് ക്രൈമൊന്നും അല്ല. ഇതിപ്പം ഞാനിവിടെ ഇരുന്ന് പറയണമെന്ന് വെച്ചോ, ഹിന്ദുക്കളൊക്കെ മഹാ തല്ലിപ്പുകളാണ് വായിച്ചത് എന്ന് പറഞ്ഞാൽ അത് വിദ്വേഷ പ്രസ്താവന അല്ല. ഇത് എന്താ ചെയ്യുക ആൾക്കാരിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ? പി സി ജോർജിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ബെയിൽ നിഷേധിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എടുത്തു നോക്കിക്കോ. He has, respectfully I should submit that, he failed to appreciate the judgments. പി വിജയഭാനുമായിരുന്നു പി സി ജോർജിൻ്റെ വക്കീൽ, സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹം 4 കേസുകളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ പറഞ്ഞ പ്രസംഗം പി സി ജോർജ് നടത്തിയും തന്നെ വയ്ക്കുക, അപ്പോൾ പോലും അതിനകത്ത് യാതൊരു കുറ്റവുമില്ല. കുറ്റമില്ല എന്ന് പറയുന്ന സുപ്രീം കോടതി വിധികൾ, ഇത് ജസ്റ്റിസ് പരിശോധിക്കുന്നില്ല. ജസ്റ്റിസ് പറയുന്നു, ഞാൻ ഈ വിധികളൊക്കെ വായിച്ചു, പക്ഷേ പി സി ജോർജ് ഈ കുറ്റം ചെയ്തിട്ടുണ്ട്. അതെന്ത് പരിപാടിയാണ്? വിധി വായിച്ചാൽ അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. എന്തുകൊണ്ട് ആ വിധി പി സി ജോർജിന് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയണം. അത് ചെയ്തിട്ടില്ല. അത് ആ ജഡ്ജ്മെൻറ്റിലെ ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ചെയ്തത്, കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തരുത് എന്ന് ഇതിനു മുമ്പ് ജാമ്യം കൊടുത്തപ്പോൾ പി സി ജോർജിനോട് പറഞ്ഞിരുന്നു. ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളുന്നു. അതും ഒരു ശരിയായ കാര്യമല്ല. എന്താ ഈ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒരു പൊളിറ്റീഷ്യൻ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ആവാം. ഇപ്പോൾ ഒരു അല്പം തമാശയ്ക്കും ഇച്ചിരി പൊങ്ങച്ചവുമായിട്ട് പിണറായി വിജയൻ പറഞ്ഞതാണ്, ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല,
എത്ര കാലം ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നാലെ 2 വാക്കുണ്ട്. കോൺട്രവേഴ്സിയാണ്. ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ ബ്രണ്ണൻ കോളേജിലൂടെ നടന്നു പോയതാണ് ഞാൻ. പിണറായി വിജയൻ പറഞ്ഞതാണ്. ഇപ്പോൾ ആളെല്ലാം ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ പോണില്ലേ എന്ന് ചോദിക്കുന്നു. കോൺട്രവേഴ്സിയാണ്. ഒരു പൊളിറ്റീഷ്യൻ എന്ത് ചെയ്താലും കോൺട്രവേഴ്സിയാണ്. പിണറായി വിജയൻ ചിരിച്ചു എന്ന് വെച്ചോ, ഒരു കോൺട്രവേഴ്സിയല്ലേ അത്? പതിവില്ലാതെ പിണറായി ചിരിച്ചു എന്ന് പറഞ്ഞ കോൺട്രവേഴ്സി. പിണറായി ഒരു മീറ്റിങ്ങിൽ ഫുൾ ഗൗരവത്തിലിരിക്കുന്നു, അതും കോൺട്രവേഴ്സി. മുഖ്യമന്ത്രി ഗൗരവം വിടുന്നില്ല, നേരം വെളുക്ക് വൈകുന്നേരം വരെ ഗൗരവത്തിലിരുന്നു, നടന്നാൽ കുഴപ്പം, അത് കോൺട്രവേഴ്സി. മിണ്ടിയാൽ കോൺട്രവേഴ്സി ആകും. പൊളിറ്റിക്സ് അങ്ങനത്തെ ഫീൽഡാണ്. അപ്പോൾ ഹൈക്കോടതി കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല. കോൺട്രവേഴ്സിക്ക് ഒരു ലീഗൽ മീനിങ് ഇല്ല, ഡിക്ഷണറി മീനിങ്ങേ ഉള്ളൂ. ഇതൊക്കെ ഈ PC ജോർജിനെ വേട്ടയാടാനായിട്ട് പോലീസുകാർ FIR ബൈ FIR ഇടുക, എന്നിട്ട് ഇത്രയും FIR ഉള്ളതിനാൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നില്ല എന്ന് കോടതിയും പറയുക. അല്ലേ? ഒരു 4 or 5 കേസ് പുള്ളിയുടെ പേരിൽ ഇതേപോലെ സംസാരിച്ചതിനാണ് ഒരു ക്രൈമും ഇല്ലാത്ത സ്ഥലത്ത് കേസ്. എന്നിട്ട് ആ 4 പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് 5ാമത്തേന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കില്ല എന്ന് പറയും.